എല്ലാവർക്കും അറിയാം കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. പക്ഷെ അതൊന്നും കൂടി ഒന്ന് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് എടുക്കുകയാണെങ്കിൽ 2013 തൊട്ട് 2025 വരെ നിങ്ങൾക്ക് ബോർഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് 2025 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറക്റ്റ് പ്ലസ് ഫാക്ച്വൽ, ഡിറക്റ്റ് പ്ലസ് കുറച്ച് അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം എത്ര ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അറൌണ്ട് 40. ഓക്കെ, 38-40 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ വർഷങ്ങളിലേക്ക് എല്ലാം, മുന്നത്തെ വർഷങ്ങളിലേക്ക് എല്ലാം എടുക്കുകയാണെങ്കിൽ ഡിറക്റ്റ് പ്ലസ് അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും കാണുന്നത്. ഇതല്ലാതെ കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 100 മുകളിൽ പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? ഉണ്ടായിരുന്നോ? ടഫ് ആയിരുന്നോ എളുപ്പമായിരുന്നോ? അല്ലേ? കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ ക്വസ്റ്റ്യൻസ്? അതായത് നിങ്ങൾ കമ്പൈലേഷൻ ഒക്കെ വായിച്ചു പോയിട്ടുണ്ടാവും. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്. എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? MEAന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് MEAന്റെ അടുത്ത് തന്നെ വേറെ ഏതെങ്കിലും ഒരു സോഴ്സ്, ഒരു സിംഗിൾ പോയിന്റ് ഓഫ് സോഴ്സ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? അങ്ങനൊരു ക്വസ്റ്റ്യൻ കാണിച്ചത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ഇനാക്റ്റഡ് ദ നേച്ചർ റിസ്റ്റോറേഷൻ ലോ ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്? 2025 വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കമ്പൈലേഷൻ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും. ഏതെങ്കിലും കമ്പൈലേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്, കമ്പൈലേഷൻ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇത് എവിടുന്നാ വന്നേക്കുന്നത്, ഇത് ഏതാ, ഇതിന്റെ ഉത്തരം ഏതാ? ശരിയായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം അറ്റംപ്റ്റ് ചെയ്തവരാണോ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്? അല്ല, ഫസ്റ്റ് ടൈമാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ബാക്കിയുള്ള എല്ലാവരും ഫസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം വന്നേണ്ടാ? ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ആൻസർ ഓർമ്മയുണ്ടോ? ആൻസർ അറിയോ? യു ആണ് കുത്തിയെ. ആൻസർ എന്താ? The case for a nature restoration law in India. The law enacted by European Union recently is a model worth following. ഹിന്ദുവിലെ മെയിൻ ഹെഡിങ് ദ ആർട്ടിക്കിൾ, അതായത് ഇത് അതായത് ഞാൻ പറഞ്ഞേ, ഹിന്ദുവിലെ മെയിൻ ആയിട്ടുള്ള ഒരു വാർത്ത, അതിന്റെ അകത്തെ വാർത്തേന്റെ അകത്തു നിന്നുള്ള ഒരു ഡാറ്റ പോലും അല്ല, മെയിൻ ഹെഡിങ്ങിന്റെ അന്ന് ഡയറക്ട്ലി ചോദിച്ചേക്കുന്ന. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റുക. കറണ്ട് അഫയേഴ്സ് ചോദിച്ചേക്കുന്ന ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ, അതായത് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റുന്നത് കമ്പൈലേഷൻ്റെ അകത്തുനിന്ന്. അതായത് കമ്പൈലേഷൻസ് പലപ്പോഴും ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കും. ഓക്കെ, അപ്പം നമ്മളെല്ലാ കമ്പൈലേഷനും ഇപ്പൊ ലാസ്റ്റ് നിമിഷം പോയി വായിക്കാനും പറ്റില്ല. അതിൻ്റെ അകത്തുനിന്നും ഏറ്റവും മിനിമം എഫേർട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റൗണ്ട് അപ്പ് സെഷൻ കൊണ്ട്, അല്ലെങ്കിൽ റൗണ്ട് അപ്പ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 50 മണിക്കൂർ കൊണ്ട് കറണ്ട് അഫയേഴ്സ് തീർക്കാൻ പറ്റുമെന്ന്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലോഞ്ച്ഡ് നേച്ചർ സൊല്യൂഷൻസ് ഫൈനാൻസ് ഹബ് ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്? വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ അറിയോ? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണോ ഗസ്? ഓക്കെ, ഒരാൾ അങ്ങനെ ഗസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അത് വേറെ ചിന്തിക്കാനൊന്നുമില്ല. അറിയെങ്കിൽ അറിയാം എന്നുള്ളതേ ഉള്ളൂ. അറിയോ? ഡി ആണ് കുത്തിയത്. ഓക്കെ, അറിയോ? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാ. നിങ്ങൾ ഇന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിന്ദുവിലത്തെ ന്യൂസ്, ADB ലോഞ്ചസ് നേച്ചർ സൊല്യൂഷൻ ഫിനാൻസ് ഹബ് ഫോർ ഏഷ്യ പസഫിക് $2 billion ഇൻവെസ്റ്റ്മെന്റ് ഗോൾ. ADB ലോഞ്ചസ്, അതാണ് ചോദ്യം. മനസ്സിലായോ? അതായത് കറക്റ്റ് ആയിട്ട് ഏത് വാർത്ത കാണുമ്പം എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ആൻസർ ആകും. മനസ്സിലായില്ലേ? ഏത് വാർത്തയിൽ നിന്ന് എന്ത് പിക്ക് ചെയ്ത് പഠിക്കണം എന്ന് മനസ്സിലാകുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ഉത്തരാണിത്. ഇതിൻ്റെ അകത്ത് വേറെ കുറെ സാധനങ്ങൾ ഇതിന്റെ ആർട്ടിക്കിളിന്റെ ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ആരാ ഇത് ലോഞ്ച് ചെയ്തത് മറന്നുപോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം കറക്റ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്തിട്ട് ഏത് പഠിക്കണം ഏത് പഠിക്കണ്ട എന്നുള്ളത് ഒരാൾ എഫേർട്ട് എടുത്ത് പറഞ്ഞു തരും. ഇപ്പുറത്തെ ഒരു ടീം എഫേർട്ട് എടുത്ത് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആവും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ആർട്ടിഫിഷ്യൽ വേ ഓഫ് കോസിംഗ് റെയിൻഫാൾ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ മേക്ക് യൂസ് ഓഫ്. ഇത് കഴിഞ്ഞ വർഷം ന്യൂസിൽ ഒരുപാട് ഉണ്ടായിരുന്നു, ഈ വർഷം ന്യൂസിലുണ്ട് ഒരുപാട്. മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്? എന്താണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്? ഈ ചോദ്യം വരാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എവിടത്തെ? അതായത് ഇത് ആർട്ടിഫിഷ്യൽ റെയിൻഫാൾ കോസിംഗ് റെയിൻഫാൾ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ, എവിടെയാണ് ഈ ഒരു
ഡൽഹി പൊല്യൂഷൻ. അപ്പം ഇത് ആർട്ടിഫിഷ്യൽ റെയിൻഫാൾ എങ്ങനെ ഉണ്ടാകുന്നത്, അതായത് ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല. ആക്ച്വലി പല ആർട്ടിക്കിളിന്റെ ഉള്ളിലും, അതായത് നമ്മൾ ടു ഫിക്സ് എയർ പൊല്യൂഷൻ ഗോപാൽ റൈ ആരായിരുന്നു? വൺസ് ആർട്ടിഫിഷ്യൽ റെയിൻ ഇൻ ഡൽഹി, വൈ ദിസ് ഇസ് എ ലോങ് ഷോട്ട്. അപ്പൊ ഇങ്ങനെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അതായത് 10-20 ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ആർട്ടിക്കിളിനുള്ളും ചിലതിന്റെ ആർട്ടിഫിഷ്യൽ റെയിൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ റെയിൻ എങ്ങനെ ഉണ്ടാക്കാം, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് അതിന് വേണ്ടത് എന്നുള്ളത് ഈ ആർട്ടിക്കിളിന്റെ ഉള്ളിലുണ്ട്. ഇത് ശരിയായിട്ടുണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം? തെറ്റിയാ? ഇതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൈട്രേറ്റ് വരില്ല, അയഡൈഡ്സ് ആണ് 2 യൂസ് ചെയ്യണത്. ആ ലോജിക്ക് മാത്രം അറിയുകയാണെങ്കിൽ ശരിയാക്കാൻ പറ്റും. ഓക്കെ, തെറ്റി. അതായത് ഇതിൻ്റെ അകത്ത് കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആർട്ടിഫിഷ്യൽ റെയിൻ ഡൽഹിയിൽ എന്തായാലും നിങ്ങൾ ഡൽഹിയിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ റെയിൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ അകത്ത് ഓരോന്നും ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടാവില്ല ചിലപ്പം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അത് പഠിക്കുന്നുണ്ടാവില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 3 സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ചോദ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1, ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഫ്രീക്വന്റ്ലി ഡിസ്കസ്ഡ് ഇൻ ഗ്ലോബൽ ഡിസ്കഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനവിടെ പ്രസക്തിയില്ല. ആ സ്റ്റേറ്റ്മെന്റിന് ശരിക്കും പറഞ്ഞാൽ പ്രസക്തിയില്ല. കാരണം എന്താ? ബേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷന്റെ അത് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് ശരിയാണെന്ന് എടുക്കാം. ഓക്കെ, രണ്ടാമത്തത്, ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സെറ്റ്സ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കാർബൺ മാർക്കറ്റ്സ്. മൂന്നാമത്തത്, ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇന്റൻഡഡ് ടു പ്രൊമോട്ട് ഇന്റർ കൺട്രി നോൺ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ടു റീച്ച് ദർ ക്ലൈമറ്റ് ടാർഗറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമല്ലേ? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ വർഷം അറ്റംപ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇനി കഴിഞ്ഞ വർഷം അറ്റംപ്റ്റ് ചെയ്തത് ഓർമ്മയില്ലെങ്കിൽ തന്നെ ആർട്ടിക്കിൾ 6 എന്താണെന്ന് ഇപ്പം അറിയോ? ഇപ്പോഴും അറിയണം, ഇപ്പോഴും അത് പ്രസക്താണ്. മനസ്സിലായില്ലേ? ആർട്ടിക്കിൾ 6 പഠിക്കണം. ഇത് എവിടെന്നാ ചോദ്യം വന്നേക്കുന്നത് എന്നുള്ളത് അറിയോ? എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നേക്കുന്നത് അറിയോ? COP ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയോ? COP ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതുമായിട്ട് ഡയറക്ട്ലി ഹിന്ദുവിലുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. വൈ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് മെയിൻസിന് വേണ്ടി മാത്രമല്ല, പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് 29th എഡിഷൻ ഓഫ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ബാക്കുൽ അസർബൈജാനിൽ വെച്ച് നടന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആർട്ടിക്കിൾ 6 പ്രകാരമുള്ള പുതിയ കാര്യങ്ങൾ വരണേ. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിളിന്റെ അകത്ത് തന്നെ ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ആർട്ടിക്കിളിൽ പലപ്പോഴും നിങ്ങൾ ഒരു ലിങ്കും കാണൂല, പുറത്തേക്ക് പോകുന്ന ലിങ്കുകൾ കാണൂല. ഓക്കെ, ഇങ്ങനെ ലിങ്ക് വരികയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അത് ആക്ച്വലി നമുക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ ഇങ്ങനത്തെ ലിങ്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ലിങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ എന്താ കാണാൻ പറ്റുന്നത്? ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ലിങ്ക് എന്ന് പറയുന്നത്, ഓപ്പൺ ആകുന്ന ലിങ്ക് എന്ന് പറയുന്നത് UN ആർട്ടിക്കിൾ 6 എന്താണെന്ന്, പാരീസ് അഗ്രിമെന്റിലെ ആർട്ടിക്കിൾ 6 എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റും പറയുന്ന ഏരിയാസ്. ഈ 3 പോയിന്റിന്റെ അകത്ത് ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ മാർക്കറ്റ് ബേസ്ഡ് കോപ്പറേഷൻ ഫോർ എൻഹാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ. ഇതല്ലേ ചോദ്യം? നിങ്ങൾ വേറെ കമ്പൈലേഷൻ ഒക്കെ തപ്പി പോകേണ്ട കാര്യമില്ലല്ലോ. അതായത് ഡയറക്ട്ലി നിങ്ങൾ കഴിഞ്ഞ തവണ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തോ. അതിൻ്റെ അകത്തൊരു 50 ചോദ്യം അല്ലെങ്കിൽ 48 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 38-40 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അത് 35 നിങ്ങൾക്ക് ഹിന്ദുവിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും? മാപ്പ് ചെയ്യാൻ പറ്റും. ഹിന്ദു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ന്യൂസ് വേറെ PIB വരുന്ന എല്ലാ വാർത്തകളും ചിലപ്പോൾ ഹിന്ദുവിൽ വരണമെന്നില്ല, പക്ഷേ 99% ഓഫ് വാർത്തകളും വരാറുണ്ട്. ഓക്കെ, മാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട വാർത്തകൾ മാത്രം സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചടങ്ങുള്ള പണിയാണ്. ഇനി ഞാൻ കഴിഞ്ഞ വർഷത്തെ ഈ ക്വസ്റ്റ്യൻസ് തീർന്നില്ല, ഇനിയും തരാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഇന്ന് ഈ ഓപ്പൺ സെഷൻ എൻവയോൺമെന്റ് ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ടാണ് എൻവയോൺമെന്റിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ഇടണം. ഓക്കെ, ഇതിന് ശേഷം വിഷ്ണു ഒരു സെഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എൻവയോൺമെന്റ് കഴിഞ്ഞ തവണ 15 ചോദ്യം ചോദിച്ചേക്കണേ, എല്ലാം തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് അല്ല. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ എത്ര ചോദ്യമുണ്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ്, അതും എല്ലാം ഡിറക്റ്റ് ചോദ്യങ്ങളല്ല. ഇതിൻ്റെ അകത്തൊന്നും കൺഫ്യൂസിങ് ഫാക്ടുകളൊന്നും ഇല്ലല്ലോ. ഈ ചോദ്യം വായിച്ചേ. സ്റ്റേറ്റ്മെന്റ് 1. At the 28th National Climate Change Conference, COP28, India refrained from signing the Declaration on Climate and Health. അതൊരു ബേസ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിന് പ്രസക്തിയൊന്നുമില്ല. നിങ്ങളുടെ ആൻസറിൻ്റെ അകത്ത് അത് ബാധിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. COP28 Declaration on Climate and Health is a binding declaration and if signed becomes mandatory to decarbonize health sector എന്നാണ് പറയുന്നത്. Third statement, if India health sector is decarbonized, the resilience of its healthcare system may be compromised. Okay. Which one of the following is correct in respect of the above statements? Question മനസ്സിലായില്ലേ? ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിലെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP28 ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത് സൈൻ ചെയ്തില്ല. അതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ബേസിക് ചോദ്യം. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റിൽ കാരണങ്ങൾ പറയുന്നുണ്ട്. ആ 2-3 കാരണങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് എവിടെയാണ് മാപ്പ് ചെയ്യാൻ പറ്റുക? Was the COP28 climate summit a milestone or a mirage? ഈ എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഹിന്ദുവിൽ ഇങ്ങനെ വരുന്ന എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾസ് UPSC പോയിന്റിൽ റിലവൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകാനുള്ള ശേഷി വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻഡ് പറഞ്ഞു വരുന്ന ആർട്ടിക്കിൾസ്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് തന്നെ ആർട്ടിക്കിളിൻ്റെ അകത്ത്, അതായത് ആർട്ടിക്കിളിൻ്റെ താഴെ, ദ ഡിക്ലറേഷൻ സൈൻഡ് ബൈ 123 countries has collectively committed $1 billion to address the growing climate health crisis. But India didn't sign the declaration. അതിന് കാരണം എന്താ? As India's healthcare infrastructure is still growing to meet the demand, such a commitment would compromise the healthcare requirement of a growing population. ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരണേ. മനസ്സിലായോ? ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, പക്ഷേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സ്റ്റിൽ ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയാൻ പറ്റില്ല. അതിനെന്ത് വേണം? അതിനൊരു അഡീഷണൽ റിസർച്ചിന്റെ ആവശ്യമുണ്ട്. അതായത് ഡയറക്ട്ലി ചോദിച്ച ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ കഴിഞ്ഞ 4 ചോദ്യങ്ങളും ഡയറക്ട്ലി ചോദിച്ച ചോദ്യങ്ങളാണെങ്കിൽ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ ന്യൂസ് വായിച്ചതിൻ്റെ മാത്രം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനൊരു അഡീഷണൽ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ പോകണം, ഇത് ബൈൻഡിങ് ആണോ അല്ലയോ എന്ന്. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രോട്ടോകോളുകളൊക്കെ വരുമ്പം എന്താണ്, അത് ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം പോകേണ്ടത്. ഓക്കെ, ദാറ്റ്സ് എ ബേസിക് തിങ്. ഓക്കെ, ഇപ്പം ഇത് ബൈൻഡിങ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഡയറക്ട്ലി ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെ അത് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ന്യൂസ് ആർട്ടിക്കിൾ റിലേറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ അല്ല, 2025 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് എൻവയോൺമെന്റിലെ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇപ്പം കണ്ടത്. 15 ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിൽ ചോദിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അത് ചിലത് NCERT ബേസിക് NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്? ഡിറക്റ്റ് മാപ്പിംഗ് ആണ്. ഡിറക്റ്റ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1. ആക്ടിവേറ്റഡ് കാർബൺ ഈസ് എ ഗുഡ് ആൻഡ് an attractive tool to remove pollutant from effluent streams and to remediate contaminants from various industries. Base statement. ഇപ്പോൾ ആക്ടിവേറ്റഡ് കാർബണിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കാർബൺ എക്സിബിറ്റ്സ് എ ലാർജ് സർഫസ് ഏരിയ ആൻഡ് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഫോർ അബ്സോർബിങ് ഹെവി മെറ്റൽസ്. ആക്ടിവേറ്റഡ് കാർബൺ നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ആക്ടിവേറ്റഡ് കാർബൺ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കി, ആക്ടിവേറ്റഡ് കാർബൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ കരിയാക്കൂലേ? അത് ബേസിക്കലി ആക്ടിവേറ്റഡ് കാർബണാണ്. അത് ഈ കിണറുകളിലൊക്കെ, അതായത് ഉപയോഗശൂന്യമായുള്ള കിണറുകളിലൊക്കെ ആളുകൾ ഇറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഈ കരി ക്ലീനിങ് ഇറങ്ങുന്നതിന് മുന്നേ ഈ കരി ആദ്യം ഒരു ബക്കറ്റിൽ താഴ്ത്തും. എന്തിനാ താഴ്ത്തണേ? അതായത് ബേസിക്കലി അവിടെയുള്ള വായുവൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, അഡ്സോർബ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അഡ്സോർബ്, ഇതൊരു സയന്റിഫിക് അബ്സോർപ്ഷൻ തമ്മിൽ 2 ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. പക്ഷേ അബ്സോർബ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലോജിക്ക് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, പക്ഷെ ആക്ടിവേറ്റഡ് കാർബൺ എന്താണ്, ആക്ടിവേറ്റഡ് കാർബണിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ റിലവന്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ജൂണിൽ വന്നൊരു വാർത്തയാണ്. റിസർച്ച് ഡിവൈസ് മെത്തേഡ് ടു ഡെവലപ്പ് എക്കോ ഫ്രണ്ട്ലി സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. സയൻസ് വാർത്തയാണ്. പക്ഷേ എങ്കിൽ സ്റ്റിൽ എന്താണ് ആക്ടിവേറ്റഡ് കാർബൺ എന്താണെന്നും ആക്ടിവേറ്റഡ് കാർബണിന്റെ യൂസസ് എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നേക്കണേ. മനസ്സിലായോ? അതായത് എങ്ങനെയൊക്കെ മാപ്പ് ചെയ്യാന്ന് മനസ്സിലായ?
അതായത് സയൻസ് വാർത്തയാണ് വന്നേക്കണേ, സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഐഡന്റിഫൈ ചെയ്യേണ്ട ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ആക്ടിവേറ്റഡ് കാർബൺ, അതിന്റെ യൂസസ് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള സെൻസ് നിങ്ങൾക്ക് വേണം. അത് UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം ആണ് നിങ്ങൾക്ക് ആ സെൻസ് കിട്ടണേ. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ്, അതായത് ഈ അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 50 മണിക്കൂറിൽ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി മാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് മാപ്പിംഗ് ടു ദ ഹിന്ദു ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? വിവിധ സോഴ്സുകളിൽ നിന്ന് ചോദിക്കാമെന്നാണ് വിചാരിച്ചു വെച്ചേക്കണത് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ ഒരു കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ? ഓക്കെ, അതിലൊക്കെ വരുന്നുണ്ട്. ആ വാർത്തയൊക്കെ ഹിന്ദുവിൽ വരുന്നുണ്ടോ? വരുമോ? അടുത്ത ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ ആർ ലെസ് ദാൻ 0.5 ടി കാർബൺ ഡൈ ഓക്സൈഡ് പെർ ക്യാപിറ്റ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഫ്രം ഫ്യൂവൽ കമ്പഷൻ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ദ ഏഷ്യ പസഫിക് റീജിയൻ. മൂന്നാമത്, ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ഈസ് കറക്റ്റ്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് അറിയോ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ കറക്റ്റ്? അതായത് ഇത് ഞാനിപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അറിയോ? ഡയറക്റ്റ് ചോദ്യങ്ങൾ പോലും നിങ്ങൾ വീണ്ടും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാണേ. ടു ഉള്ളിയാണോ? ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇൻ ഇന്ത്യ അല്ലേ? കോളല്ലേ? അതായത് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കോൾ ബേസ്ഡ് തെർമൽ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആണ് അല്ലേ? അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാകാൻ സാധ്യതയുണ്ടോ? ഒരു ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് ഗസ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് വെച്ചിട്ട്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കൽ അനാലിസിസ് വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ ചിന്തിക്കാൻ പറ്റുമോ? അത് ഫാക്ച്വൽസ് ആണ്. ആ ഫാക്ട് എവിടെ നിന്ന് വന്നുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് ആക്ച്വലി ലോജിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഫസ്റ്റ് ഏതായിരിക്കും? ചൈന ആയിരിക്കും. രണ്ടാമത് ഇന്ത്യ ആയിരിക്കും. അതും ലോജിക്കലി ഗസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഫാക്ച്വൽ സാധനം എവിടെ നിന്നാണ് വന്നേക്കണേ അത് പഠിക്കണം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ? അങ്ങനത്തെ ഫാക്ടുകൾ പഠിക്കണം. ഇന്ത്യ ഡ്രോപ്സ് 2 places ബട്ട് റിമെയിൻസ് എമംഗ് ദ ടോപ്പ് 10 ക്ലൈമറ്റ് പെർഫോമേഴ്സ്. റിപ്പോർട്ടാണ്. ആരുടെ റിപ്പോർട്ട്? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് 2024 നവംബർ 21 2025 മെയിൽ മാസം വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഈ ആർട്ടിക്കിളിന്റെ അകത്ത് India's per capita emission standards 2.9 tons of carbon dioxide equivalent, far below the global average of 6.6. ഈ ഫാക്ട് വേണം. ഈ ഫാക്ട് നിങ്ങളുടെ മെയിൻസിനും ആവശ്യമാണ്. ഈ ഫാക്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിൻ്റെ അടുത്താണ് നിങ്ങളുടെ സ്കില്ല് കിടക്കുന്നത്. മനസ്സിലായോ? അത് ഇനി പോയിട്ട് എല്ലാ വാർത്തകളും വായിക്കാനുള്ള സാവകാശം നിങ്ങൾക്കില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്ത് തരുന്ന മെറ്റീരിയൽ വായിക്കാം. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന ഇത് പഠിക്കണം എന്ന് പറയുമ്പോൾ അത് പഠിക്കാം. അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. പഠിച്ചാലും മറക്കും. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെറ്റീരിയൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പഠിക്കുക. ഇതാണ് ചോദ്യം വന്ന സംഭവം. ഈ സാധനം ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് സ്കില്ല് കിടക്കണത്. ഈ സാധനം ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള സ്കില്ല് കിടക്കണത്. ഇത് മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഈ പോയിന്റ് മെയിൻസിന് വേണ്ടിയിട്ടും എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ മെയിൻസിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. ഇത് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കറക്റ്റ് എന്ത് എഴുതണം? 2.9 tons എന്ന് തന്നെ എഴുതണം. 3.9 ആയ തെറ്റിടും. മനസ്സിലായില്ലേ? അപ്പൊ അത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് പ്രിലിംസിനും ആ ചോദ്യം വന്നത്. അപ്പം സിമിലർലി ഈ വർഷം വരാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണിത്. റിപ്പോർട്ടിന്റെ ഈ ഒരു വർഷം ആക്ച്വലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പം അതാണ് ഞാനിവിടെ ന്യൂസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് മെയിൻ ക്ലാസ്സിൽ പഠിക്കാം.
ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം മാത്രമാണോ? ഇത് 2025 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എൻവയോൺമെന്റിലെ 15 ക്വസ്റ്റ്യനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എവിടുന്നാ വന്നേ എന്നുള്ളതാണ് മാപ്പ് ചെയ്തേക്കുന്നത്, എല്ലാം തന്നെ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എൻവയോൺമെന്റിലത്തെ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വർഷം വന്നത് മാത്രം. ഇനി കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ ഇതേ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇതും കഴിഞ്ഞ വർഷം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു പീകോക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഏതാ? പീകോക്ക് സ്പൈഡർ, ഗൂട്ടി ടെറാൻഡുല എന്ന് പറഞ്ഞിട്ടൊരു സ്പൈഡറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, പെറ്റ് ട്രേഡ് ത്രെറ്റൻസ് ദ ഫ്യൂച്ചർ ഓഫ് എൻഡമിക് ഓർണമെന്റൽ സ്പൈഡേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു, റിഗാർഡിംഗ് പീകോക്ക് ടെറാൻഡുല, ഗൂട്ടി ടെറാൻഡുല, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് ആൻ omnivorous crustacean. Its natural habitat in India is only limited to some forest area. In its natural habitat, it's an arboreal species. Which of the statements above are correct? ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ്സ് എൻ omnivorous crustacean എന്നാണ് പറയുന്നത്. നമ്മുടെ PYQ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം ഇതേപോലുള്ള സ്പീഷീസ്, അതായത് സ്പൈഡേഴ്സ്, അതേപോലുള്ള ലോവർ വലുതല്ലാത്ത സ്പീഷീസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫാമിലീനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ. ഇപ്പം ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ അതായത് എക്ടോസ്കെൽട്ടൺ ഉള്ള ജീവികളാണ്. എക്ടോസ്കെൽട്ടൺ എന്ന് വെച്ചാൽ പുറത്താണ് അതിന്റെ സ്കെൽട്ടൺ ഒക്കെ. ഇപ്പൊ മനുഷ്യനൊക്കെ എന്താണ്, അകത്താണ് സ്കെൽട്ടൺ അല്ലേ, എൻഡോസ്കെൽട്ടൺ ആണ്. പക്ഷെ ക്രസ്റ്റേഷ്യൻ എന്ന് വെച്ചാൽ പുറത്ത് ഷെല്ലുള്ള ജീവികളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വേറൊരു പെർഫെക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞണ്ട് പുറത്താണ് ഷെല്ല്. അപ്പൊ ക്രസ്റ്റേഷ്യൻ ആണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഈ ജീവി ഏതാണെന്നുള്ള ഒരു പിക്ചർ നിങ്ങളുടെ തലയിൽ കിട്ടിയാൽ മതി. ടെറാൻഡുല എന്ന് പറഞ്ഞാൽ ജീവി എന്താണെന്നുള്ള പിക്ചർ കിട്ടിയാൽ മതി. ഗൂട്ടി ടെറാൻഡുല എന്താണെന്ന് പോലും അറിയേണ്ട കാര്യമില്ല. ടെറാൻഡുല എന്ന് പറയുന്നത് ഒരു സ്പൈഡർ ആണെന്ന് ഇത് ഇമേജ് അടക്കം വന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്പൈഡർ ആണെന്ന് കത്തുമ്പം ഓക്കെ, സ്പൈഡറിന് പുറത്തല്ലോ, അപ്പം അത് ക്രസ്റ്റേഷ്യൻ അല്ല എന്നുള്ള ചിന്ത പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. മനസ്സിലായോ? ഇമേജ് മനസ്സിൽ വന്നാൽ മതി. അത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് അടക്കം വന്നിട്ടില്ലേ? അതായത് പീകോക്ക് സ്പൈഡർ, പിന്നെ ടെറാൻഡുലനെ കുറിച്ചിട്ട് വേറെ ആർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. ഞാനിത് എല്ലാ ആർട്ടിക്കിൾസ് ഇതിൻ്റെ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഡയറക്ട്ലി UPSC ആർട്ടിക്കിൾസ് പിക്ക് ചെയ്യണത്. ഇതിൻ്റെ അകത്ത് കൺഫ്യൂസിംഗ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ ഹാബിറ്റ്, ഇറ്റ്സ് എൻ ആർബോറിയൽ സ്പീഷീസ് എന്നുള്ളത് ചിലപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് അഡീഷണൽ റിസർച്ച് നടത്തി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അത് ഡയറക്ട്ലി ഗൂട്ടി ടെറാൻഡുല എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ പറ്റിയിട്ട് ആർട്ടിക്കിളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അത് അഡീഷണലി UPSC തന്നെ റിസർച്ച്, അതായത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ച ആള് ഓക്കെ അതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ട് ഓക്കെ ഈ ഒരു ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ആ 3 ഓപ്ഷൻ അല്ലല്ലോ, 4 ഓപ്ഷൻ ഇല്ലേ? 2 and 3 ആണ്. 2 and 3 ആണ് ആൻസർ. ഗസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 and 3 എന്ന് ഗസ് ചെയ്യാൻ പറ്റും. കാരണം തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാകാനുള്ള ഒരു പോസിബിലിറ്റി ഓക്കെ ഇങ്ങനെ അർബോറിയൽ ആണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കണമെങ്കിൽ അത് ശരിയാക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ള ഒരു UPSC ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോജിക്ക് വർക്ക് ആവും അവിടെ. ഓക്കെ, ഇനി ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത്രയും കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. 2024 ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീണ്ടും ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകും. ഓക്കെ, വാഗിൾ ഡാൻസ് ചെയ്ത ഓർഗാനിസം ആണ്, ഡിറക്റ്റ് ആണ്. അൺലോക്കിംഗ് സീക്രട്സ് ഓഫ് ഹണിബി ഡാൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതേപോലെ തന്നെ മഷ്റൂംസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 4 സ്റ്റേറ്റ്മെന്റ് വന്നു. മഷ്റൂംസ് ഓഫ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്, സം മഷ്റൂംസ് ഓഫ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്, സം മഷ്റൂംസ് ഓഫ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ്, സം മഷ്റൂംസ് ഓഫ് ബയോലുമിനസെന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാത്തിൻ്റെയും തന്നെ UPSC ലോജിക്ക് വെച്ചിട്ട് സം മഷ്റൂംസ് കൊടുത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം തന്നെ ഉണ്ട് എന്ന് എടുക്കാം. എങ്കിലും എന്താണ് UPSC ഇതൊക്കെ പിക്ക് ചെയ്തേക്കുന്നത് പ്രീവിയസ് ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിന്റെ മുന്നിലത്തെ വർഷങ്ങളിൽ വന്ന ആർട്ടിക്കിൾസിന്റെ അകത്താണ് ഡയറക്റ്റ് പിക്ക് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മേക്സ് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്ക്രേപ്പ് ഇൻസെക്ട്സ് ഫ്രം എ ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് ഫുഡ്? ഇതിന്റെ ഉത്തരം ഏതാണ്? അറിയാം, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതല്ല, 2023 ചോദിച്ചതാണ്. ഉത്തരം ഏതാ? ഒറാങ്കൂട്ടാനെ പറ്റിയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് അതിന്റെ മുന്നിലത്തെ വർഷം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒറാങ്കൂട്ടാനെ ആ വർഷം സ്പീഷീസിന്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേർഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഏതാ ബേർഡ് അല്ലാത്തത്? ഗോൾഡൻ മയസിർ എന്ന് പറയുന്ന ബേർഡിനെ പറ്റി, ബേർഡ് അല്ല, ഇതൊരു ഫിഷ് ആണ്. ആ ഫിഷിനെ പറ്റിയിട്ട് എപ്പം ചോദിച്ചിട്ടുണ്ട്?
2022 പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്ട്ലി ഫ്രം ന്യൂസ് ആർട്ടിക്കിൾസ്. ഓക്കെ, ഇത് ഞാൻ ഇത്രയും ന്യൂസ് ആർട്ടിക്കിൾസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് എന്ന്, ന്യൂസ് ആർട്ടിക്കിൾസ് ഡയറക്ട്ലി പിക്ക് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ 2025 എല്ലാം തന്നെ ഡയറക്ട്ലി നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം? ഇത്രയും വൈഡായിട്ട്, അതായത് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ ആർട്ടിക്കിൾസിൻ്റെ അകത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇനി എങ്ങനെ സ്ക്രീൻ ചെയ്ത് പഠിക്കാം? ആ സ്ക്രീൻ ചെയ്ത് പഠിച്ചാൽ ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചാൽ മതി. ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുമോ? അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് എഴുതാൻ പറ്റുമോ? വെറുതെ ന്യൂസ് ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചാൽ ആക്ച്വലി കറണ്ട് അഫയേഴ്സ് ചോദ്യം ചോദിച്ചാൽ തന്നെ എഴുതാൻ പറ്റണമെന്നുണ്ടോ? അതായത് കറണ്ട് അഫയേഴ്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ, ആ ന്യൂസ് ആർട്ടിക്കിൾസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എക്സാം ഹാളിൽ അതേ ചോദ്യം തന്നെ വരണേ, ആ ആർട്ടിക്കിളിൻ്റെ അത് ഡയറക്റ്റ് ആ ചോദ്യം വരണേ. അപ്പോഴും എഴുതാൻ പറ്റണമെന്നുണ്ടോ? എഴുതാൻ പറ്റുമോ? ചില ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. എന്താ പറ്റുമെന്ന് വെച്ചാൽ ആ പഠിച്ച സാധനങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ അന്ന് ലിങ്ക് ചെയ്ത് ചോദിച്ച സാധനങ്ങൾ പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചു പോകല്ല ചെയ്യണം. കറണ്ട് അഫയേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് സ്ട്രെങ്തൻ ചെയ്യേണ്ട ബേസ് ഉണ്ട്. ആ ബേസും കൂടി സ്ട്രോങ് ആയിട്ട് അതിന്റെ മുകളിലാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് കാണാം. ഇതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണേ. ഇപ്പം ഈ വർഷത്തെ ഒരു ന്യൂസ് ആണിത്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ന്യൂസ്. IUCN put Western Ghats 2 national parks on significant concern list. ഇപ്പം സിക്കിമില് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഇസ് ദ ഒൺലി ഇന്ത്യൻ സൈറ്റ് അമംഗ് 11 in Asia's rated good എന്ന് പറയുന്ന ന്യൂസ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത് വലിയൊരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ താഴെ കുറേ പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ 2 protected sites with an outlook of significant concern are Assam's Manas National Park and Sundarban National Park in West Bengal. അപ്പം മാനസ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന്, സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അത് ഫേമസ് ആയിട്ടുള്ളതായത് കാരണം അറിയുണ്ടാവും. ഓക്കെ, ഇതൊരു ന്യൂസ്. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ കൂട്ടി നിങ്ങൾ കാണേണ്ട ഒരു ഫാക്ട് എന്ന് വെച്ചാൽ ബോത്ത് ആർ ട്രാൻസ് ബൗണ്ടറി നാഷണൽ പാർക്ക് എക്സ്റ്റെൻഡിങ് ടു ഭൂട്ടാൻ ആൻഡ് ബംഗ്ലാദേശ്. അതായത് മാനസ് നാഷണൽ പാർക്ക് എങ്ങോട്ടേക്കാണ്? ഭൂട്ടാനോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സുന്ദർബൻസ് എവിടത്തേക്ക്? ബംഗ്ലാദേശുമായിട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ദേ ആർ ട്രാൻസ് ബൗണ്ടറി നാഷണൽ പാർക്ക്. ഈ ഒരു ഫാക്ടും കൂടി തന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് കേട്ടിരിക്കുന്ന ഒരു നാഷണൽ പാർക്ക് ആയത് കാരണം അറിയുണ്ടാവും. 2 നാഷണൽ പാർക്കുകൾ സ്ഥിരമായിട്ട് വാർത്തയിൽ വരുന്ന ഒരു നാഷണൽ പാർക്കാണ്, പണ്ട് തൊട്ടേ കേൾക്കുന്ന നാഷണൽ പാർക്സ് ആണ്. ഇനി അടുത്തത്, ഗ്രാസ്ലാൻഡ് ഇൻവേഡേഴ്സ് സ്റ്റിഫിൾ ആസാംസ് ഐലൻഡ് ലൈക്ക് നാഷണൽ പാർക്ക്. എ ന്യൂ സ്റ്റഡി ഹാസ് മാർക്ഡ് അറ്റ്ലീസ്റ്റ് 2 native species that have joined invasive species to alter the natural structure of Dibru-Saikova National Park, the only habitat of feral horses in India. ഫാക്ച്വൽ റിച്ച് ആയിട്ടുള്ള സാധനം, മനസ്സിലായോ? അതായത് ഈ ഒരു ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ് ചോദ്യം പ്രതീക്ഷിക്കണം. മനസ്സിലായോ? എന്തൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്? അതായത് ഈ ഒരു ആർട്ടിക്കിൾ കണ്ടു, ആ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും മാത്രം കണ്ടു, എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഹെഡിങ് എന്താ? ഗ്രാസ്ലാൻഡ് ഇൻവേഡേഴ്സ് സ്റ്റിഫിൾ ആസാംസ് ഐലൻഡ് ലൈക്ക് നാഷണൽ പാർക്ക്. ഐലൻഡ് ലൈക്ക് നാഷണൽ പാർക്ക് ഏതാ? താഴെ പറയുന്നുണ്ട്. ഏതാ? ദിബ്രു-സൈക്കോവന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ UPSC, അതായത് ഐഡന്റിഫൈ ദിസ് നാഷണൽ പാർക്ക് തരാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഓക്കെ, ദിബ്രു-സൈക്കോവ നാഷണൽ പാർക്ക്. ദിബ്രു-സൈക്കോവ എവിടെയുള്ളത്? ഏത് സ്റ്റേറ്റ്? ആസാം. 2 ഫാക്ട്. ഓക്കെ, ഇനി ദാറ്റ്സ് ദ ഓൺലി ഹാബിറ്റാറ്റ് ഓഫ് ഫെറൽ ഹോഴ്സസ് ഇൻ ഇന്ത്യ. 3ാമത്തെ ഫാക്ട്, ഫെറൽ ഹോഴ്സസ് ഇൻ ഇന്ത്യ. ഇത് 3 എവിടുന്ന കിട്ടണേ? ഹെഡിങ് സബ് ഹെഡിങ്ങിന്റെ അകത്ത് തന്നെ ഇത്രയും 3 ഫാക്ട് ഉണ്ട്. ഇത് തന്നെ ചോദിക്കാം. ഓക്കെ, ഡയറക്ട്ലി ഇതേ ഫാക്ച്വൽ ചോദ്യങ്ങൾ എവിടെ ചോദിക്കാം? UPSC ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഫെറൽ കാറ്റ്സ്, ഇറ്റ്സ് ദ ഒൺലി ഹാബിറ്റാറ്റ് ഓഫ് ഫെറൽ ഹോഴ്സസ് ഇൻ ഇന്ത്യ, ഐഡന്റിഫൈ ദിസ് നാഷണൽ പാർക്ക് എന്ന് വേണം ചോദിക്കാം. ഇനി അതിന്റെ താഴെ എന്താണ് മെയിൻ ഇഷ്യൂ? എന്താ? ഇവിടെ കുറച്ച് ഇൻവേഡേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. 2 ന്യൂ സ്പീഷീസ് അവിടെ ഇൻവേസീവ് ഏലിയൻ ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത്. ബേസിക്കലി നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ആർട്ടിക്കിളിൽ പറയുന്ന ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ഉണ്ടല്ലോ, അതിന്റെ നെയിംസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യത പിന്നെയും കുറവാണ്. അതായത് ഈ മുകളിൽ പറയുന്ന കാര്യങ്ങളെക്കാൾ സാധ്യത കുറച്ചും കൂടി കുറവാണ്. പക്ഷേ ഐഡന്റിഫൈ ദ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാം.
അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നാണ് ചോദ്യം വരാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബോംബാക് സൈബ, ലാങ്സ്ട്രോമിയ സ്പെസിയോസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പീഷീസ്, 2 സ്പീഷീസ് ആണ് ഇപ്പം പുതിയതായിട്ട് ഇൻവേസീവ് ആയിട്ടുള്ളത്. അതിന്റെ ആസാമീസ് നെയിമാണ് സിമാലു അജാർ. അത് നോട്ട് ചെയ്യാം, സിമാലു ആൻഡ് അജാർ. ഓക്കെ, വേറെ ഇതിൻ്റെ അകത്ത് നോട്ടബിൾ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, അവിടെ കാണപ്പെടുന്ന എൻഡമിക് ആയിട്ടുള്ള വേറെ സ്പീഷീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഹോഗ് ഡിയർ, സ്വാം ഗ്രാസ് ബാബ്ലർ ആൻഡ് ബംഗാൾ ഫ്ലോറിക്കൻ. ബംഗാൾ ഫ്ലോറിക്കൻ, ഹോഗ് ഡിയർ, സ്വാം ഗ്രാസ് ബാബ്ലർ. ഒരൊറ്റ ആർട്ടിക്കിൾസ്, ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് ഹെഡിങ് സബ് ഹെഡിങ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 3 ഫാക്ടുകൾ അതിൻ്റെ അകത്ത് തന്നെ പഠിക്കാനുണ്ട്. അതിൻ്റെ താഴെ ആ ഒരു റീജിയൻ, അതായത് ഈ ഒരു റീജിയൻ ആസാമിലത്തെ ദിബ്രു സൈക്കോവ റീജിയനിൽ കാണപ്പെടുന്ന പ്രധാന 3 സ്പീഷീസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി ആ ആർട്ടിക്കിളിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്. ഡയറക്ട്ലി പിക്ക് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫെറൽ ഹോസ് എന്ന് വെച്ചാൽ, അതായത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ യുദ്ധത്തിന് ആക്ച്വലി കൊണ്ടുവരുന്ന കുറച്ച് ഹോസസ് ആണ്. അപ്പൊ അവിടെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വന്ന ഹോസിന്റെ ഒരു ജനറ്റിക് വേരിയന്റ് ആണത്. ആ വേരിയന്റ് അവിടെ മാത്രമേ ഇപ്പം കാണപ്പെടുന്നുള്ളൂ. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ബേസിക്കലി കൊണ്ടുപോയത്. അത് നാച്ചുറൽ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോസ് അല്ല. പക്ഷെങ്കിൽ എന്താ പറ്റി, യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അതിനെ കൊണ്ടുവരാൻ പറ്റാതിരുന്നപ്പം അവിടെ ഉപേക്ഷിച്ചപ്പം അത് അവിടെ ഒരു സ്പീഷീസ് ആയിട്ട് ഇപ്പം അവിടെ ആ സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. എൻഡമിക് ടു ദ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പം നിങ്ങൾ എന്താണ്, അടുത്തത് മാധവ് നാഷണൽ പാർക്കിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. മാധവ് നാഷണൽ പാർക്ക് ബിക്കെയിം ദ 50th ടൈഗർ റിസർവ്. ആൻഡ് അങ്ങനെ 50th ടൈഗർ റിസർവ് ആയപ്പം ബേസിക്കലി മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ്സ് ആയി, ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുമായി. നാഷണൽ പാർക്കും മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നേരത്തെയും. പക്ഷേ ഇപ്പം നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക് 50th ടൈഗർ റിസർവ് ആയി. അപ്പം അവിടെ മൊത്തത്തിൽ ഇപ്പം 9th നാഷണൽ പാർക്കായിട്ട് മാറിയിട്ടുണ്ട് മാധവ് നാഷണൽ പാർക്ക്. അപ്പം മധ്യപ്രദേശിലെ 9th നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ള 8 നാഷണൽ പാർക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ആര് നോക്കണം? നമ്മൾ നോക്കണം. അപ്പൊ ഈ സാധനം ഞാൻ അതായത് ഈ ആർട്ടിക്കിൾസ് ഒക്കെ കാണുമ്പം ഇപ്പം കേരളയുടെ അടുത്തൊരു കേരള ടോപ്സ് ദ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് എവാലുവേഷൻ ഓഫ് നാഷണൽ പാർക്സ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ഓഫ് നാഷണൽ പാർക്ക്, അതായത് ഏറ്റവും നന്നായിട്ട് നാഷണൽ പാർക്സ് മാനേജ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് നാഷണൽ പാർക്സ് മാനേജ് ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഈ വാർത്ത. ഈ വാർത്തേന്റെ അകത്ത് വരുമ്പം 1-2 ഫാക്ടുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പം ഏറ്റവും ടോപ്പ് കേരളമാണ്, രണ്ടാമതെന്ന് പറയുന്നത് കർണാടകമാണ്. കേരള വിത്ത് എ സ്കോർ ഓഫ് 76.22, കർണാടക എന്ന് പറഞ്ഞാൽ 75. അപ്പൊ കേരളത്തിന് മാത്രമേ വെരി ഗുഡ് എന്ന് പറഞ്ഞ റേറ്റിംഗ് കിട്ടിയുള്ളൂ, 75 ആൻഡ് അബോവ്. ഓക്കെ, 76.22. രണ്ടാമത് കർണാടക ആണെന്ന് പഠിച്ചിരിക്കാം. വേണമെങ്കിൽ അതേ ഫാക്ട് ചോദിക്കാം, അതേ ഫാക്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യം വരാം. രണ്ടാമതുള്ളത് ഇരവിക്കുളം നാഷണൽ പാർക്ക് ഓഫ് കേരള ആൻഡ് ദച്ചിക്കം നാഷണൽ പാർക്ക് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇമേജ്ഡ് ആസ് ദ ഹയസ്റ്റ് സ്കോറിംഗ് ഇൻഡിവിജ്വൽ പ്രൊട്ടക്റ്റഡ് ഏരിയ. അതായത് ഈ ഒരു സ്കോറിംഗിൻ്റെ അകത്ത് ഏറ്റവും സ്കോർ കിട്ടിയത് നമ്മൾ ആദ്യം സ്റ്റേറ്റ് പഠിച്ചു, കേരള ആണെന്ന് പഠിച്ചു. രണ്ടാമത് എന്താ പഠിച്ചത്? ഏത് നാഷണൽ പാർക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് സ്കോർ കിട്ടിയത്? അതിൻ്റെ അകത്ത് ഒന്ന് കേരളത്തിൽ നിന്നുണ്ട്. ഏതാത്? ഇരവികുളം. 2 എന്ന് പറയുന്നത് ദച്ചിങ്കം. അപ്പം ദച്ചിങ്കം, ഇരവികുളം നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും കേരളത്തിലാണ്, പക്ഷെ നോർത്ത് ഇന്ത്യൻസ് അത് അറിയുണ്ടാവില്ല കേരളത്തിലാണെന്ന്. പക്ഷെ എങ്കിൽ അവർ പഠിക്കണം. അപ്പം ഈ ഞാൻ നേരത്തെ വന്ന പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ഇരവികുളം മാത്രം പഠിച്ചാൽ മതി. ന്യൂസിൽ വരുന്ന നാഷണൽ പാർക്കുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുമോ? ഇല്ല. ഓക്കെ, അപ്പം രണ്ടാമത് ദച്ചിങ്കം പറയുന്നുണ്ട്. ദച്ചിങ്കം എവിടെയാ? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് പഞ്ചാബിൽ നാഷണൽ പാർക്ക് ഇല്ല. പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ കേസിലാണ് ഇത് ബേസിക്കലി പറയണത് മൊത്തത്തിൽ. അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയ നാഷണൽ പാർക്ക് മാത്രം ഉണ്ടാവില്ല. ഓക്കെ, അവിടെ ഇതുണ്ട്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസും അതേപോലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ അത് മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ അത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ മതികെട്ടാൻ ഷോല നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്പീഷീസിനെ പറ്റി പറയുന്നുണ്ട്. ഗാലക്സി ഫ്രോഗ്. അതായത് ഈ ഒരു ആർട്ടിക്കിളിന്റെ അകത്തുനിന്ന് മാത്രം എടുത്ത ഡീറ്റെയിൽസ് ആണ് ഇത്.
മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക് കേരളത്തിലാണ്. ആ കേരളത്തിലെ നാഷണൽ പാർക്കിനെ ഇവാലുവേറ്റ് ചെയ്തപ്പം അവിടെ ഗാലക്സി ഫ്രോഗ് എന്ന് പറഞ്ഞ ഫ്രോഗിന്റെ പോപ്പുലേഷൻ കുറയുന്നതായിട്ട് കാണുന്നു എന്നുള്ളതായിരുന്നു ന്യൂസ്. ഈ ആർട്ടിക്കിളിന്റെ അകത്ത് തന്നെ പറയുന്ന അതിന്റെ ഡീറ്റെയിൽസ് അതേ അറിയില്ല. ഓക്കെ, ഗാലക്സി ഫ്രോഗിന്റെ ഡീറ്റെയിൽസ് അധികം അവൈലബിൾ അല്ല എന്നുള്ളത്. അപ്പം ഗാലക്സി ഫ്രോഗിന്റെ ഒന്ന് ആ ആർട്ടിക്കിൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ആ ഗാലക്സി ഫ്രോഗ് ഇമ്പോർട്ടന്റ് ആകുന്ന ഈ ആർട്ടിക്കിൾ വന്നുകൊണ്ട് മാത്രമല്ല. ആരാ ചാറ്റ് ചെയ്തെന്ന് അറിയോ? ഡികാപ്രിയോ ചാറ്റ് ചെയ്തു. അതായത് ഈ സർവേന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോ ഡികാപ്രിയോ ചാറ്റ് ചെയ്തു. ചാറ്റ് ചെയ്തപ്പം ചാറ്റ് ചെയ്തു എന്നുണ്ട് ഹിന്ദുവിൽ വാർത്ത. മനസ്സിലായോ? ഗാലക്സി ഫ്രോഗ് എവിടെയാ കാണപ്പെടണേ? മതികെട്ടാൻ ഷോല എവിടെയാ? അത് കേരള. ഇതായിരിക്കാം ചോദ്യം. മനസ്സിലായ? സിമ്പിൾ ആയിട്ട് എൻഡമിക് ടു മതികെട്ടാൻ ഷോല അല്ലെങ്കിൽ എൻഡമിക് ടു വെസ്റ്റേൺ ഘർസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. എൻഡമിക് ടു കേരള എന്ന് പറഞ്ഞിട്ട് വേണം ചോദ്യം വരാം. ലിങ്ക് ചെയ്ത് പോകുന്നുണ്ടാ? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ഫൺ ഫാക്ട് വെച്ചിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇടുന്നവർ ആ ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ് നേരത്തെ കാണിച്ച ആർട്ടിക്കിൾ ഉണ്ടല്ലോ, എഫക്റ്റീവ്നെസ് എങ്ങനെ, അതായത് ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന നാഷണൽ പാർക്ക് മതികെട്ടാൻ ഷോലയാണെന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഈ വാർത്തയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ സ്റ്റിൽ കണക്റ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതൊക്കെ റാൻഡം ഫാക്ടുകളാണ് അല്ലേ? അപ്പം മതികെട്ടാൻ ഷോല നിങ്ങളിപ്പം കേരളത്തിലാണ് പഠിച്ചു. ഇതിന്റെ ഇടയിൽ വേറെ ഏതൊക്കെയോ നാഷണൽ പാർക്കുകൾ പഠിച്ചു. ഏതൊക്കെയാ നാഷണൽ പാർക്കുകൾ പഠിച്ചത്? ദച്ചിങ്ങം പഠിച്ചത്. എവിടെയാണ് പഠിച്ചത്? ജമ്മു കാശ്മീർ. ആർട്ടിക്കിളിന്റെ അകത്ത്, അതായത് ഞാൻ പറഞ്ഞതുപോലെ റാൻഡം ഫാക്ടുകൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. റാൻഡം ഫാക്ടുകൾ പഠിക്കുമ്പം ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കണം. ആ ബേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ആർട്ടിക്കിൾ ഡയറക്ട്ലി പഠിക്കുക എന്നുള്ളതല്ല. ആ ബേസ് എന്ന് പറയുമ്പം എന്താന്ന് വെച്ചാൽ അതായത് ഒരു ബാഗ് പാക്ക് ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങളൊരു ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ബാക്ക് പാക്ക് ചെയ്തിട്ട് പോവാന്ന് വെച്ചോ. അപ്പൊ അതിൻ്റെ അകത്ത് പാക്ക് ചെയ്യുമ്പം റാൻഡമായിട്ട് കുറെ സ്റ്റെപ്പുകൾ നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് വിടുകയല്ലോ ചെയ്യാം. അതിനൊരു ഓർഗനൈസേഷണൽ സാധനമുണ്ട്. എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുക? നിങ്ങൾ ഏറ്റവും താഴെ എന്താണ് വെക്കുക? നിങ്ങളിത് ഏത് വഴിയാണ് സാധനങ്ങളൊക്കെ ലാസ്റ്റ് എടുക്കേണ്ടി വരിക? മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഇൻഫർമേഷൻസ് ലാസ്റ്റ് വരത്തക്ക രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ബാഗിന്റെ കേസിൽ മുകളിൽ പാക്ക് ചെയ്യാം. താഴേക്ക് കുറച്ച് വെയിറ്റ് കൂടിയ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഏറ്റവും മുകളിലല്ലല്ലോ നമ്മൾ ഒരിക്കലും വെയിറ്റ് കൂടിയ സാധനങ്ങൾ വെക്കുക, അല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇൻഫർമേഷന്റെ കാര്യം. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറുതെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ആ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസ് സ്ട്രോങ് ആകണം. ആ ബേസ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ ആക്സസിബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഒരിക്കലും ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചു ADB പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു റിപ്പോർട്ടിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരിക്കലും എന്താണ് ഡയറക്ട്ലി നമ്മൾ ആ കറണ്ട് അഫയേഴ്സ് ന്യൂസ് മാത്രം വായിച്ചതിനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പിന്നീട് ആ വാർത്ത കേൾക്കും ഇത് ADB ആണോ പബ്ലിഷ് ചെയ്തത്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് ആണോ പബ്ലിഷ് ചെയ്തതെന്ന് ഡൗട്ട് വരാം. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ദച്ചിങ്ങം നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ടെന്ന് അറിയോ? എത്ര? 107 നാഷണൽ പാർക്കുകളല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ പാർക്കുകളൊക്കെ എവിടെയാണ് എന്നുള്ള എൻ്റെ ഒരു മെന്റൽ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് മാത്രമായിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, കറണ്ട് അഫയേഴ്സിന് ഡയറക്ട്ലി ചോദിക്കുകയാണെങ്കിൽ തന്നെ, ഏത് നാഷണൽ പാർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും നിങ്ങൾ ഒരു ടേബിൾ പോലെയല്ല മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കണേ. അതായത് ഓക്കെ ദച്ചിങ്ങം ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ പഠിച്ചു എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു മാപ്പ് ബിൽഡ് ചെയ്തിട്ടായിരിക്കും. അതിനൊരു ബേസ് ഉണ്ടാക്കി വെക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ഉദാഹരണം കാണിച്ചു തരാം എങ്ങനെ നിങ്ങൾക്ക് ഇത് പഠിക്കാം എന്നുള്ളത്. ഓക്കെ, ഇപ്പം സൗത്ത് ഇന്ത്യയിലെ, അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഫ്രം ദിസ് മാപ്പ് ഈസ് ഒരു സ്റ്റേറ്റിൽ നാഷണൽ പാർക്ക് ഇല്ല. ആ സ്റ്റേറ്റിൽ നാഷണൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ അത് തെറ്റാണെന്ന് ഉറപ്പിക്കണം. ഏത് സ്റ്റേറ്റ് അത്? പഞ്ചാബിൽ നാഷണൽ പാർക്ക് ഇല്ല. അവിടെയാണ് ദച്ചിങ്ങം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നത് വെച്ചോ. തെറ്റല്ലേ? അതൊരു ബേസ് ഫാക്റ്റ് ആണ്. അതിന്റെ മുകളിൽ വേണം അടുത്ത ഫാക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത്
നോർത്ത് ഈസ്റ്റിലെ നാഷണൽ പാർക്കുകൾ പഠിക്കാന്ന് വെച്ചാൽ നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് UPSC റിപ്പീറ്റഡ്ലി ആസ് ക്വസ്റ്റ്യൻ ഫ്രം നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഓക്കെ, ഭയങ്കര ഫേവറേറ്റ് റീജിയൻ ആണ് നോർത്ത് ഈസ്റ്റ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഇത് ഓൾറെഡി അറിയുന്നുണ്ടാവും. അറിയോടാ? നോർത്ത് ഈസ്റ്റിലെ നാഷണൽ പാർക്കുകളൊക്കെ പറയാൻ പറഞ്ഞാൽ അറിയോ? റിവൈസ് ചെയ്യണം. ഏതൊക്കെ സ്റ്റേറ്റിൽ എത്ര നാഷണൽ പാർക്കാണെങ്കിലും അറിയോ? അതായത് നോർത്ത് ഈസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മെന്റൽ മാപ്പ് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, അതായത് ഇത് ബേസ് ഫാക്ട് ആണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. ഇത് പഠിക്കാൻ അധിക ടൈം വേണ്ട കേട്ടോ. 107 നാഷണൽ പാർക്കുകൾ പഠിക്കാൻ അധിക ടൈം വേണ്ട. ഞാൻ സ്പീഡ് കൂട്ടി പഠിക്കുകയാണ്. ഞാനിപ്പം ജസ്റ്റ് എൻ്റെ നോർമൽ സ്പീഡിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു അരമണിക്കൂറിനുള്ളിൽ നോർത്ത് ഈസ്റ്റിൽ ഫുൾ നാഷണൽ പാർക്കുകൾ 107 നാഷണൽ പാർക്കുകളും പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരാൾക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളതിന് സാമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലെ നാഷണൽ പാർക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഏറ്റവും കുറച്ച് നമ്പറുള്ള നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഓക്കെ, ഫോണിൽ നോക്കൂ, നിങ്ങൾക്ക് കാണാലോ. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന നാഷണൽ പാർക്കുകൾ ഏതാണ് എന്നുള്ള ചിന്തയാകണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ ചിലപ്പോൾ ഒരു 15 or 18 നാഷണൽ പാർക്കുകൾ പഠിക്കേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന കാര്യം ഒഴിവാക്കി വിടുകയാണെങ്കിൽ ബാക്കിയുള്ള കുറച്ച് നമ്പേഴ്സ് അല്ലേ ഉള്ളൂ, അത് പിന്നെ പഠിക്കാന്നുള്ള രീതി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് നോർത്ത് ഈസ്റ്റിൽ ഓടിച്ച് നോക്കുകയാണെങ്കിൽ 2 സ്റ്റേറ്റുകളിലെ ഒരു നാഷണൽ പാർക്ക് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെ സ്റ്റേറ്റ്സാ? 2 സ്റ്റേറ്റുകളിൽ ഒരു നാഷണൽ പാർക്ക് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാ? ഒന്ന് സിക്കിം, കഞ്ചൻജംഗ. ഓക്കെ, സിക്കിം, കഞ്ചൻജംഗ. 2 എന്ന് പറയുന്നത് നാഗാലാൻഡ്. ഈ 2 സ്റ്റേറ്റുകളിൽ ഒരു നാഷണൽ പാർക്ക് മാത്രമേ ഉള്ളൂ. സിക്കിമിൽ കഞ്ചൻജംഗ. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്, ഇത് എല്ലാവർക്കും അറിയണ്ടാവല്ലോ. സിക്കിമിലാണ് കഞ്ചൻജംഗ എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. കൾച്ചർ പഠിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, എൻവയോൺമെന്റിൽ തന്നെ വേറെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ കഞ്ചൻജംഗ കേൾക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുമ്പോൾ കഞ്ചൻജംഗ കേൾക്കുന്നുണ്ട്. ഓക്കെ, കഞ്ചൻജംഗ. അപ്പൊ സിക്കിമിൽ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ. ഇനി സിക്കിമിൽ വേറെ ഏതെങ്കിലും നാഷണൽ പാർക്ക് നിങ്ങൾക്ക് തരികയാണ്, ഉദാഹരണം എന്ത് നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, ദച്ചിങ്ങ നിങ്ങൾക്ക് സിക്കിമിൽ തരികയാണ്, തെറ്റാണെന്ന് അറിയോ? കാരണം എന്താ? ഒറ്റ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ, അത് കഞ്ചൻജംഗയാണെന്ന് എനിക്ക് അറിയാലോ. ഇങ്ങനെ വേണം മനസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത രണ്ടാമത്തത് നാഗാലാൻഡ്. എന്താ? ഇൻഡാങ്കി. ഇൻഡാങ്കി എന്നുള്ളതാണ് നാഷണൽ പാർക്കിന്റെ പേര്. അത് ലാൻഡ് ഉണ്ടാക്കി എന്ന് വേണം പഠിച്ചാൽ മതി. അതായത് കേരളം മഴ കഴിഞ്ഞിട്ട് പരശുരാമൻ ഉണ്ടാക്കുകയാണല്ലോ ചെയ്തത്. അപ്പൊ ലാൻഡ് ഉണ്ടാക്കി, നാഗാലാൻഡ് ഉണ്ടാക്കി എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇൻഡാങ്കി. അപ്പൊ നാഗാലാൻഡിൽ ഒരു നാഷണൽ പാർക്ക് മാത്രമേ ഉള്ളൂ. കണ്ട? നാഗാലാൻഡിൽ ഒരു നാഷണൽ പാർക്ക്. പിന്നെയുള്ള നോർത്ത് ഈസ്റ്റിലെ 7 സിസ്റ്റേഴ്സ് പ്ലസ് സിക്കിം, 8 സ്റ്റേറ്റ്സ്. ബാക്കി എത്ര സ്റ്റേറ്റ്സ് അതിനുള്ളത്? 6 സ്റ്റേറ്റ്സ്. 6 സ്റ്റേറ്റ്സിൻ്റെ അകത്ത് 5 സ്റ്റേറ്റ്സിൻ്റെ അകത്ത് 2 നാഷണൽ പാർക്കുകൾ. ബാക്കിയുള്ള 6 സ്റ്റേറ്റ്സ് ഇല്ലേ, എൻ്റെ അകത്ത് 5 സ്റ്റേറ്റ്സിൻ്റെ അകത്ത് 2 നാഷണൽ പാർക്ക് വീതമുള്ള ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം, ആസാമിൻ്റെ അകത്ത് മാത്രം 7 നാഷണൽ പാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ആസാം ഏറ്റവും ലാസ്റ്റ് വെക്കുക. ബാക്കിയുള്ള 2 നാഷണൽ പാർക്കുള്ള സ്റ്റേറ്റ്സ് നോക്കുക. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഒരു നാഷണൽ പാർക്കുള്ള? സിക്കിമും ഏതൊക്കെയാണെന്ന് അറിയാലോ. ഇപ്പം സിക്കിമിൻ്റെ അകത്ത് ഏതാ? നാഗാലാൻഡിൽ ഏതാ? ഇൻഡാങ്കി. ഓക്കെ, ബാക്കിയുള്ള ആസാം ഒഴിച്ചിട്ടുള്ള നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? ഏത് വേണമെങ്കിൽ പറഞ്ഞോ, ആദ്യം പറഞ്ഞോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്. അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ 2 നാഷണൽ പാർക്ക്, മൗലിംഗ് ആൻഡ് നംദഫ. മൗലിംഗ് ആൻഡ് നംദഫ. അപ്പൊ ഇതെങ്ങനെ പഠിക്കണം എന്നറിയാം നിങ്ങളൊരു മാപ്പ് വാങ്ങിച്ചിട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, മൗലിംഗ് ആൻഡ് നംദഫയാണ്. ഓക്കെ, മൗലിംഗും നംദഫ ഇതൊരിക്കലും ടേബിൾ വെച്ചിട്ട് പഠിക്കരുത്. ഞാനിത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് കാണിച്ചത്. ഇത് ആക്ച്വലി നമ്മൾ ഫുൾ 107 നാഷണൽ പാർക്കുകളും ക്ലാസ്സിൽ പഠിക്കും, പ്ലസ് കറണ്ട് അഫയേഴ്സിൽ വന്നേക്കുന്ന നാഷണൽ പാർക്കുകളും പഠിക്കും. മനസ്സിലായില്ലേ? ടൈഗർ റിസർവ്സ് ഇതേപോലെ പഠിക്കും, ബയോസ്ഫിയർ റിസർവ്സ് ഇതേപോലെ പഠിക്കും. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യില്ല, വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ പഠിക്കും. PCM ബാച്ചിൽ പഠിക്കുന്ന പോലെ വളരെ വിശാലമായിട്ട് ടൈം എടുത്തിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ടാവില്ല. വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ എഫക്റ്റീവായിട്ട് നിങ്ങളിത് പഠിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, മണിപ്പൂർ. അപ്പം നമ്മൾ ആദ്യം അരുണാചൽ പ്രദേശ് ഉണ്ട്, 2 നാഷണൽ പാർക്കുകൾ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് പറ. ത്രിപുര. റാൻഡം ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ചൂസ് ചെയ്യണേ. ത്രിപുരയിൽ എത്രയാ? ക്ലൗഡഡ് ലെപ്പേർഡ് ആൻഡ് ബൈസൺ രാജ്ബാരി. ലാസ്റ്റ് രണ്ടാമത്തെ ഏതാ സ്റ്റേറ്റ് പറഞ്ഞേ? ത്രിപുര.
അതിൻ്റെ അകത്ത് പറഞ്ഞത് രണ്ടും അല്ലെങ്കിൽ രണ്ട് നാഷണൽ പാർക്കുകളുടെയും പേരുകൾ എന്താണ്? രണ്ട് ആനിമൽസ് ആണ്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ത്രിപുര പഠിച്ചപ്പോൾ ഞാൻ എന്താ പഠിച്ചത്? രണ്ട് ആനിമൽസിന്റെ പേരിലാണ് ആ നാഷണൽ പാർക്കുകൾ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ക്ലൗഡഡ് ലെപ്പേർഡും ബൈസൺ അല്ലെങ്കിൽ ബൈസൺ രാജ്ബാരി നാഷണൽ പാർക്ക്. രാജ്ബാരി നാഷണൽ പാർക്കും കൂടി ഒന്ന് ഓർത്തിരിക്കണം. അപ്പം ബൈസൺ നാഷണൽ പാർക്ക് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ത്രിപുര. അല്ലെങ്കിൽ ത്രിപുരയിൽ രണ്ട് നാഷണൽ പാർക്കുകളുണ്ട്. അത് രണ്ടിന്റെയും പേരെന്താണ്? ആനിമൽസിന്റെ പേരാണ്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആനിമൽസിന്റെ പേരിൽ വേറെ നാഷണൽ പാർക്കുകൾ വരുന്നില്ല. അപ്പൊ എന്തെങ്കിലും ആനിമലിന്റെ പേരിലുള്ള നാഷണൽ പാർക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ത്രിപുര. മനസ്സിലായോ? ഇനി അടുത്തത് ഏതെങ്കിലും സ്റ്റേറ്റ് പറ. മിസോറാമിലുള്ള പേര് നിങ്ങൾ പഠിക്കണം. കാരണം അത് പഠിച്ചേ മതിയാവുള്ളൂ. മുർലലാൻഡ് ഫാങ് പുയ് ബ്ലൂ മൗണ്ടൻ എന്നുള്ളതാണ് അതിന്റെ പേര്. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നും. പക്ഷെ എങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ശരിയാക്കാൻ പറ്റും. എന്താണെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞ ഇനി നിങ്ങൾ ഒരു മുർലൻ എന്ന് പറഞ്ഞ നാഷണൽ പാർക്ക് എടുത്തോ. നിങ്ങൾ അത് നാഗാലാൻഡിൽ ഇനി പോയി കുത്തുവോ? ഇല്ല. സിക്കിമിലെ കുത്തുവോ? ഇല്ല. ത്രിപുരയെ കുത്തുവോ? ഇല്ല. ഒഴിവാക്കിയല്ലോ. 3 സ്റ്റേറ്റ് ഒഴിവായില്ലേ? ഇതിനു മുന്നേ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ കുത്തിക്കൂടായിരുന്ന? ഈ ഫാക്ടുകൾ അറിയില്ലെങ്കിൽ, ഈ ബേസ് അറിയില്ലെങ്കിൽ ഈ 3 സ്റ്റേറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ലേ? അത് ഒഴിവാക്കി കിട്ടിയില്ലേ? ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പം മിസോറാം എന്ന് പറയുന്നത് മുർലൻ ആൻഡ് ഫാങ് പുയ് ബ്ലൂ മൗണ്ടൻ. ഓക്കെ, അടുത്തത് മണിപ്പൂർ എടുക്കാം. മണിപ്പൂർ ആക്ച്വലി UPSC ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു നാഷണൽ പാർക്ക് തന്നെ UPSC ഭയങ്കര ഇഷ്ടമാണ്. കേബിൾ ലംജാവ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം എന്താ? ലോക്തക് ലേക്ക് ഈസ് ഇൻ NCERT. ആ NCERTസിലെ ബേസ് ഫാക്ട് നിങ്ങൾ ഓൾറെഡി അറിയുണ്ടാവും. NCERTയിൽ തന്നെ ഈ കേബിൾ ലംജാവ് നാഷണൽ പാർക്കിനെ പറ്റി പറയുന്നുണ്ട്. ഓൾറെഡി ലോക്തക് ലേക്ക് UPSC ചോദിച്ചു, കേബിൾ ലംജാവ് നാഷണൽ പാർക്ക് ചോദിച്ചു. പിന്നെ ആ കേബിൾ ലംജാവ് നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു ഡിയർ ഉണ്ട്. ആ ഡിയർ ഡാൻസിങ് ഡിയർ എന്നറിയപ്പെടുന്ന ഡിയർ, അതിനെ പറ്റിയും ചോദിച്ചു. അപ്പോൾ അത് സിമ്പിൾ ഫാക്റ്റാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം കേബിൾ ലംജാവ് എന്ന നാഷണൽ പാർക്ക് എവിടെയാണ്? മണിപ്പൂരിലാണ്. അവിടെ ഒരു നാഷണൽ പാർക്കും കൂടിയേ ഉള്ളൂ. ഏതാ നാഷണൽ പാർക്ക് എന്നറിയാം? ഷിറോയി എന്നുള്ളതാണ് നാഷണൽ പാർക്കിന്റെ പേര്. ഷിറോയി എന്ന് പറഞ്ഞ നാഷണൽ പാർക്ക്. അപ്പൊ ഷിറോയി മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്താ വേറൊരു നാഷണൽ പാർക്ക് സിക്കിം അല്ലെങ്കിൽ മണിപ്പൂരിൽ ചോദിച്ചാൽ അത് ഒഴിവാക്കിക്കൂടെ? കാരണം എന്താ? കേബിൾ ലംജാവും ഉണ്ട്, പിന്നെ ഷിറോയി ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ 2 നാഷണൽ പാർക്കേ ഉള്ളൂ എന്നറിയാം. അപ്പൊ മൂന്നാമതൊരു നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഒഴിവാക്കാലോ. ഇനി അടുത്തത് ഏത് സ്റ്റേറ്റാ വേണ്ടേ? മേഘാലയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ ഓർത്തിരിക്കുന്നത്, ഇതൊക്കെ ഡയറക്ട്ലി ചോദിക്കുന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ. ഇങ്ങനെ പഠിച്ചതുകൊണ്ട് ഒരു ബേസ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് അടുത്ത കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ചില ഫാക്ടുകൾ പറയുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ടും 50 മണിക്കൂറിനുള്ളിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അത് കാര്യം. മേഘാലയയിൽ നിങ്ങൾ നൊക്രക്ക് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ? നൊക്രക്ക് ഈസ് ഓൾസോ എ ബയോസ്ഫിയർ റിസർവ്. അപ്പൊ നൊക്രക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബയോസ്ഫിയർ റിസർവ് നിങ്ങൾ NCERTസിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ NCERT ബേസ് കവർ ചെയ്യണം എന്നുള്ളത് ഇതിന്റെ UPSC പഠിക്കാൻ വരുമ്പോൾ ബേസിക് റിക്വയർമെന്റ് ആയത് കാരണം നൊക്രക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇന്ത്യയിലെ 18 ബയോസ്ഫിയർ റിസർവ് മാപ്പ് വെച്ചിട്ട് നമ്മുടെ NCERTസിന്റെ അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നൊക്രക്ക് എന്ന് പറയുന്നത് മേഘാലയയിലാണെന്ന് അറിയാം. അതുകൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്, അതും ക്ര എന്ന് പറഞ്ഞ സൗണ്ട് വെച്ചിട്ട് പറഞ്ഞത് ബൽഫക്രം. അതായത് നൊക്രക്കും ബൽഫക്രവും. ക്ര എന്ന് പറയുന്നത് മേഘാലയ. ഓക്കെ, 5 സ്റ്റേറ്റ് കഴിഞ്ഞില്ലേ? ഇനി ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഏതാ? ആസാമിൽ 7 എണ്ണം. ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയുന്ന? ഏതൊക്കെയാ? മാനസ്, കസീരംഗ, പിന്നെ ദിബ്രു സൈക്കോവ. നമ്മൾ എപ്പം പഠിച്ച്? ആർട്ടിക്കിൾ വായിച്ചപ്പം പഠിച്ചായിരുന്നു അല്ലേ? എന്താണ് ആർട്ടിക്കിൾ വായിച്ചപ്പോ എന്താ പഠിച്ച്? അതിൻ്റെ അകത്ത് എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതൊരു ഐലൻഡ്, ഫെറസോസ് കാണപ്പെടുന്ന ദിബ്രു സൈക്കോവയില് വേറൊരു ഫാക്ടും കൂടി പഠിച്ചിട്ടുണ്ട്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ പേരുകൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ആർട്ടിക്കിൾ. അപ്പം ദിബ്രു സൈക്കോവ എവിടെയാണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആസാമിൽ ദിബ്രു സൈക്കോവ. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായി. ദിബ്രു സൈക്കോവ ഓൾറെഡി എവിടെയാണെന്ന് അറിയണമെങ്കിൽ എന്താണ് ആ ആർട്ടിക്കിൾ കാണുമ്പോൾ ഓക്കെ ആസാമിൽ ദിബ്രു സൈക്കോവ എന്ന് ഓൾറെഡി നിങ്ങൾക്ക് കത്തും. അത് നിങ്ങൾ വീണ്ടും അഡീഷണൽ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ബേസ് സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അപ്പം ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ്, ഇത്രയും കാര്യങ്ങൾ അറിയാം. ബാക്കിയുള്ള 4 ദിഹിങ് പത്കൈ എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ പാർക്ക് ഉണ്ട്. രാജീവ് ഗാന്ധി ഒറാങ് എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ പാർക്ക് ഉണ്ട്. റൈമോണ എന്നുള്ളൊരു നാഷണൽ പാർക്ക് ഉണ്ട്. നമേരി എന്നുള്ള നാഷണൽ പാർക്ക് ഉണ്ട്. 7 നാഷണൽ പാർക്കുകളാണുള്ളത്. ഇതിൻ്റെ അകത്ത് 4 ടൈഗർ റിസർവും കൂടിയാണ്. അപ്പം അഡീഷണൽ ഫാക്ട്, അതായത് നമ്മൾ ടൈഗർ റിസർവ് പഠിക്കുമ്പം ആ ഒരു
നാഷണൽ പാർക്കുകളും കൂടി റിപ്പീറ്റ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് വീണ്ടും അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റിലെ നാഷണൽ പാർക്കുകൾ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് കണ്ടില്ലേ? ഇതേപോലെ ആയിരിക്കും നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി ഇന്ത്യയിലത്തെ നാഷണൽ പാർക്കുകൾ മൊത്തം ടാക്കിൾ ചെയ്യുന്നുണ്ടാവുക. ടൈഗർ റിസർവ്സും ടാക്കിൾ ചെയ്യുന്നുണ്ടാവും, റാംസാർ സൈറ്റ്സും ടാക്കിൾ ചെയ്യുന്നുണ്ടാവും, ബയോസ്ഫിയർ റിസർവ്സും ടാക്കിൾ ചെയ്യുന്നുണ്ടാവും. വിത്തിൻ 2 hours 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതെല്ലാം 2.5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ റിട്രീവബിൾ ആയിട്ടുള്ള ഫോമിൽ ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ വെറുതെ എന്ത് ചെയ്താൽ പോരാ, ഫാക്ച്വലി മഗ്ഗപ്പ് ചെയ്താൽ പോരാ, ഏറ്റവും റിട്രീവബിൾ ആയിട്ട് എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ അടുത്താണ് സിവിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നതിൻ്റെ സ്കില്ലിരിക്കുന്നത്. അതായത് ഇൻഫർമേഷൻസ് പഠിക്കുന്നതിലല്ല നമ്മുടെ സ്കില്ലിരിക്കുന്നത്, അത് റിട്രീവബിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം, അതായത് നമുക്ക് ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഇൻഫർമേഷൻസ് പാക്ക് ചെയ്യാം എന്നുള്ളിടത്താണ് സ്കില്ലിരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു സാമ്പിൾ സെഷനായിരുന്നു ഇത്. അപ്പം അടുത്തത് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സിന്റെ റൗണ്ട് അപ്പ് സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 50 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഒരിക്കലും ഒരു നോർമൽ വെറുതെ ആർട്ടിക്കിൾസ് പഠിച്ച്, അതായത് ആർട്ടിക്കിൾസ് വെറുതെ മഗ്ഗപ്പ് ചെയ്ത് പഠിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കില്ല. നമ്മളെ ബേസിക് ഫാക്റ്റുകൾ പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഏറ്റവും മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഏറ്റവും എളുപ്പം പഠിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പം എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പം മൊത്തത്തിൽ 50 hours കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഏപ്രിൽ 2025 ടു മാർച്ച് 2026 ആണ് ഈ ക്ലാസിന്റെ ഭാഗമായിട്ട് വരുന്നത്. 50 hours ടോപ്പിക് വൈസ് ക്ലാസ് ആണ് ഉണ്ടാവുക. 12 മന്ത്ലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റും 3 ഫുൾ ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ ഇതിന്റെ കൂടെ വിഷ്ണുവിനെ ഒരു ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്. അപ്പം വിഷ്ണു എങ്ങനെ വേറൊരു ടോപ്പിക്ക് ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസിന്റെ അവസാനം കാണാം. നത്തിങ്, വേറൊന്നുമല്ല, പറയാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഈ സെഷൻ എടുക്കുന്നത് എന്നുള്ളത്. ഇതിൽ പൊളിറ്റിയും എക്കണോമി, സോഷ്യൽ സെക്ടർ, ദെൻ ദസ് ബഡ്ജറ്റ് പ്ലസ് എക്കണോമിക് സർവേ എടുക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അതും ചെയ്തു പോകും. ഞാൻ ഒരു സജഷൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ജസ്റ്റ് PPT കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ അതോ ക്ലാസ്സിലിരുന്ന് തന്നെ നോട്ട് ചെയ്തു പോകുന്ന രീതിയാണോ ഇഷ്ടം? കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും കറണ്ട് അഫേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വായിക്കും. കാരണം നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും അവിടെ നിന്ന് ഇതൊക്കെ വായിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ദ റീസൺ ഈസ് ദാറ്റ് എന്താ, നമ്മൾ വായിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ വായിച്ച സാധനം എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിക്കുന്നില്ല. ഒരു ചലഞ്ച് അതാ. ഇപ്പം ഇങ്ങനെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ സപ്പോസ് വന്നെന്ന് വെച്ചോ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ആ സമയം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു എന്ന് കരുതാം. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളെല്ലാവരും അതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്ത് കൈവെക്കും. നമ്മൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയിട്ട് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനെപ്പറ്റി നമ്മൾ അതിന് വേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. UPSC പ്രിലിംസിന് വേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. ആ പ്രിലിംസിന് പഠിക്കേണ്ട ഒരു സാധനമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി. അത് പഠിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അപ്പോൾ അതിലിപ്പം നിങ്ങൾ കേൾക്കാത്ത കുറേ സാധനമുണ്ട് എൻവയോൺമെന്റിൽ. അവിടെയൊക്കെ വരുന്നൊരു പ്രശ്നം അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കില്ല, അധികം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, സ്കിപ്പ് ചെയ്ത് പോവും. പക്ഷെ പൊളിറ്റി, എക്കണോമി പോലെയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ് നമ്മൾ കൂടുതൽ തെറ്റിക്കുന്നത്. പൊളിറ്റി, എക്കണോമി, ബഡ്ജറ്റ്, ഇതിനകത്തൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് മുമ്പിലുള്ള സാധനമാണ്. പക്ഷെ ഇത് നല്ല രീതിയിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആൻസർ ചെയ്യില്ല. ഒന്നെങ്കിൽ പഠിക്കരുത്, പഠിച്ച വൃത്തിയായിട്ട് പഠിക്കണം കറണ്ട് അഫയേഴ്സ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, പഠിക്കരുത്. കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് സ്റ്റാറ്റിക് കൊണ്ട് കയറാൻ പറ്റും. പക്ഷെ സ്റ്റാറ്റിക്സിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ഇത്തിരി താന്നു എന്ന് വെച്ചോ, സ്റ്റാറ്റിക് എല്ലാം ശരിയാക്കുന്നവരല്ലല്ലോ നിങ്ങൾ. സ്റ്റാറ്റിക് അല്ലേ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത്. അപ്പം ഇത് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറണ്ട് അഫയേഴ്സും കൂടി എന്ത് ചെയ്യുന്നത്, അതിനകത്തേക്ക് ആൻസർ ചെയ്തിട്ട് ഇപ്പുറത്ത് തെറ്റുന്ന കോമ്പൻസേറ്റ് ചെയ്ത് ഒരു 60 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരി കിട്ടിയാൽ മതി. ഇഫ് യു ആർ അറ്റംപ്റ്റിംഗ് അറൌണ്ട് 95 ക്വസ്റ്റ്യൻസ്, എത്ര നമ്മൾ PYQ സെഷനിലൊക്കെ പറയാറില്ലേ, ഒരു 55, 57 to 60 ക്വസ്റ്റ്യൻസ് റൈറ്റ് കിട്ടിയാൽ മതി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്യണം. ഞാൻ ചെയ്തോളാം. ഈ കറണ്ട് അഫയേഴ്സ് യു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ് ടു സ്റ്റഡി, റൈറ്റ്? നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് സീരീസുകളിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും.
പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. വായിക്കുന്നവരാണോ? വായിക്കാറുണ്ടോ? വായിക്കുമ്പം കുറെ കറണ്ട് അഫയേഴ്സിനെ പറ്റി ഒരു ബോധം ഉണ്ടാവും. പക്ഷെ അവിടെയും പ്രശ്നം ഇതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല, ആൻസർ ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്തൊരു നേച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പൊളിറ്റിയുടെ പൊതുവേ ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഇവിടെ ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് സ്റ്റാറ്റിക്കാണ് വരിക. പക്ഷേ ആ സ്റ്റാറ്റിക്കിനൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്? ബിക്കോസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വാസ് ഇൻ ന്യൂസ് ഇൻ ലാസ്റ്റ് ഇയർ. അതുകൊണ്ടായിരിക്കും അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് പൊളിറ്റി പൊതുവേ ചോദിക്കുന്നത്. സോ പൊളിറ്റി കറണ്ട് അഫയേഴ്സ് അത്ര പ്രയാസം ഉണ്ടാവില്ല. വിൽ ബി ഏബിൾ ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് എക്കണോമിക്സ് വരുന്ന സമയത്ത് മെയിൻലി ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സ്റ്റാറ്റിക്സ് സാധനങ്ങൾ. അത് മീൻസ് സ്റ്റാറ്റ്സ്, നോട്ട് സ്റ്റാറ്റിക്സ്. ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് അങ്ങനെ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? ലാർജസ്റ്റ് അറബ് ലാൻഡ് അങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ വരുന്നത് എക്കണോമിക്സിൽ നിന്നാണ്. സോഷ്യൽ സെക്ടറിൽ നിന്ന് എന്താ ചോദിക്കുന്നത്? സ്കീംസ് ആണ്. ഒരു 2 സ്കീംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നും പറഞ്ഞിട്ട് ഒരുപാട് സ്കീംസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കാൻ മൊത്തം പറ്റുമൊന്നുമില്ല. ഇന്ത്യയിലുള്ള എല്ലാ സ്കീമിനെ പറ്റി പഠിക്കുക ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള സ്കീംസുകളെ പറ്റിയിട്ട് നമുക്ക് എപ്പോഴും കേട്ടുപരിചയമുള്ള സ്കീംസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ബഡ്ജറ്റിൽ വരുന്ന സ്കീംസ് ആയിരിക്കണം നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ബഡ്ജറ്റിനകത്ത് തന്നെ എന്താവും, കുറേ കവർ ആവും. പിന്നെ എൻവയോൺമെന്റ് സയൻസ് ഓൾറെഡി സാർ എടുക്കുന്നത്, ജോഗ്രഫി, IR, ആർട്ട് ആൻഡ് കൾച്ചർ ഇസ് ദെൻ ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക്. ഈ എക്കണോമിക് സർവേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്കണോമിക് സർവേയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു വേ എന്ന് പറയുന്നത് ഇതിങ്ങനെ മറന്നേ, PPT ആണോ? മറ്റേ സ്ക്രീൻ എടുത്ത് ഓക്കെ. നമ്മൾ ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് വർത്താവും നോക്കണം. നിങ്ങൾക്ക് തന്നെ എഫക്റ്റീവ് ആവുന്ന രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? എഴുതിക്കൊണ്ടേയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി ഒരു കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു. ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് കറണ്ട് അഫയേഴ്സ്? വേക്കന്റ് സിൻസ് 2000. യെസ്, ഇറ്റ് വാസ് വേക്കന്റ് സിൻസ് 2019. അപ്പോൾ നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയിട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ബുക്ക് എടുക്കുക. ബുക്കും മേനൊന്നും ഇല്ലേ? എട് ഇതാ പ്രശ്നം. ബുക്കും മേനൊന്നും ഇല്ലാണ്ട് നേരെ ക്ലാസ്സിൽ വന്നിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെയല്ല, യു ഷുഡ് റൈറ്റ്. ഓക്കെ, ടെൽ മീ ദ ആർട്ടിക്കിൾ 93 അല്ലേ? ആർട്ടിക്കിൾ 93 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അവിടെ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൂ ഫിക്സസ് ദ എലക്ഷൻ ഡേറ്റ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ? ആരാ? സ്പീക്കർ. ഇതെവിടാ പറയുന്നത്? ഇറ്റ്സ് നോട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ഇൻ റൂൾസ് ഓഫ് ലോക്സഭയിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഈസ് എലക്റ്റഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. എപ്പോഴാണ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ് ചെയ്യുന്നത്? when the speaker is absent or vacant ആവുന്ന സമയത്ത്. ഓക്കെ, absent or vacant. Then my next question, is he subordinate to speaker? No, it's an independent constitutional office. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പ്രിലിംസ് ഫാക്ടർ ഉണ്ടായിരിക്കും. ആ പ്രിലിംസ് ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? പഠിച്ച് നോട്ടാക്കി വെക്കാവുള്ളൂ. ഹൗ ടു റിവൈസ് ദ സെക്കൻഡ് ആൻഡ് ഒക്കെ. ക്ലിയർ ആയോ? മൈ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദിസ്, 8th schedule. How many languages are there in 8th schedule? 22 languages. So why this is important? There is a demand that Bhojpuri വേറൊരു ലാംഗ്വേജും കൂടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ഭോജ്പൂരിയും കൊക്കോ ബൊറോക്ക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിമാൻഡ് വന്നു. സോ ദിസ് ഈസ് ദ കറണ്ട് അഫയേഴ്സ്. ദേ ആർ നോട്ട് ഗോയിങ് ടു ആസ്ക് ദിസ്. റീസെന്റ് ദർ വാസ് എ ഡിമാൻഡ് ഓഫ് ഇൻക്ലൂഡിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ഇൻ 8th. അങ്ങനെ ചോദിക്കാൻ പോകുന്നില്ല. ദേ വിൽ ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് 8th schedule. So how many languages will be there? 22 languages will be there.
ആൻഡ് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ആ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് ഇന്റർനാഷണൽ മദർ ടങ് ഡേ എന്നറിയോ? ഇന്റർനാഷണൽ മദർ ടങ് ഡേ ഫെബ്രുവരി 21. സോ ഇത് ഈ അടുത്ത സമയത്ത് കാണുന്ന ഒരു ട്രെൻഡാണ് പൊളിറ്റിയിൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡേറ്റ് വെച്ചിട്ട്. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഇവിടുന്ന് നമ്മൾ നേരെ കണക്ട് ചെയ്തിട്ട് എന്താണ് പോകുന്നത്? ഇസ് ദർ എനി സ്റ്റാൻഡേർഡ് ടു ഇൻക്ലൂഡ് വൺ പർട്ടിക്കുലർ ലാംഗ്വേജ് in 8th schedule? Is there any standard fixed by the constitution that the language should follow this? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? No, there is no fixed standard. Okay, ഇതൊക്കെയാണ് ചോദ്യം. There is no official standard. അത്രയും കൂടി അറിഞ്ഞിരുന്നാൽ മതി. അത് ക്ലാസിക്കൽ ലാംഗ്വേജിന്. അത് ഞാൻ പറയാൻ പോകുന്നത്. There is no official standard. And my next question. To include a particular language in 8th schedule, do we need constitutional amendment? Yes, definitely. So how many constitutional amendments so far? 4. 21, 71, 92, 96. So 21. So initially we have how many languages? 14. Right. Then 15th one is Sindhi. Then 71st amendment we have included 3. ഏതൊക്കെയാ? KMN, Konkani, Manipuri, Nepali. Okay. Then 92, BDMS. ഏതൊക്കെയാ? B ഏതാ? Bodo, Dogri, Maithili, Sandali. That's it. Then 96, എന്താ ചെയ്തേ? ഒറിയ. ഒഡിയ എന്നുള്ളത് ഒറിയ എന്നാക്കി. ഒറിയ ഒഡിയ എന്നാക്കി. Okay. These are the amendments associated with the language. That's it. ഇത്രയേ ഉള്ളൂ നമുക്ക് അവിടെ പഠിക്കാൻ. Now there is a question. How many classical languages are there in India? This is also a current affairs. How many? That question is very important right now. 11. So initially how many? Okay, 6. ഏതൊക്കെയായിരുന്നു? തമിഴ്, കന്നഡ, തെലുങ്ക്, Sanskrit, Hindi? No. Okay. Tamil, Sanskrit, Kannada, Telugu, Malayalam, Odia. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. 6. So we have added 5 more. ഏതൊക്കെയാ? 2 Buddhist languages, Pali, Prakrit. Then Assamese, Bengali. മറാത്തി ഉണ്ടോ? മറാത്തി കണ്ടോ? ഇങ്ങനെയാണ് പഠിക്കണ്ടേ. ബംഗാളി, ആസാമീസ്, മറാത്തി, Pali, Prakrit. So total, how many languages? 11 languages are there. Note it there. Okay, fine. Then, ഇവിടെ നമ്മൾ ആകെ അറിയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, should write this. Okay. So it should have a history of around how many years? 1500 to 2000 years. This is very important. ഇത്രയും മതി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും 10,000 വർഷം പഴക്കം വേണമെന്നൊക്കെ പറയും. No. 100 years മതി എന്ന് പറയും. No. 1500 to 200 years. Fine. Then it should contain some ancient literature, ancient ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കണം. ഫൈൻ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സോ ഇഫ് യു ആർ സ്റ്റഡിങ് കണ്ടൻസ് ഇൻ ദിസ് മാനർ, യു വിൽ ബി ഏബിൾ ടു റീജനറേറ്റ് ഇറ്റ് ഇൻ യുവർ എക്സാം ഹോൾ. മനസ്സിലായോ? എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ പറ്റില്ല. ഇപ്പം എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ജനറൽ ആയിട്ടാണ് കണ്ടന്റ് അറിയേണ്ടത്. ബട്ട് പൊളിറ്റി, എക്കണോമി സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? കാരണം അങ്ങനെയല്ലേ ചോദിക്കുന്നത്. ഇപ്പം എൻവയോൺമെൻറ്റിൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയാൽ മതി ഇതെന്താണെന്ന്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു ഐഡിയ കിട്ടിയാൽ മതി എന്താണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ വേ വി വിൽ ബി ഡീലിംഗ് വിത്ത് പൊളിറ്റി ആൻഡ് എക്കണോമി. ഓക്കെ. ആൻഡ് സ്കീംസ് ഓൾസോ. സ്കീംസിനകത്തൊക്കെ പഠിക്കേണ്ടത് എന്താ? വിച്ച് മിനിസ്ട്രി, ഏത് മിനിസ്ട്രിയിലാണ്, ദ മെയിൻ പർപ്പസ് ഓഫ് ദ സ്കീം, നോട്ട് എവറിത്തിങ്, ദ മെയിൻ പർപ്പസ്, ഹു ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ സ്കീം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സ്കീംസിൽ പഠിക്കാൻ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ട്സിനകത്തുണ്ടാവും. ഇത്രയും കാര്യങ്ങളിൽ നമ്മുടെ ഫോക്കസ് നിൽക്കാവുള്ളൂ. നമ്മൾ PYQ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് എന്താണ് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതെന്നുണ്ട്. അത് മാത്രമേ പഠിക്കാവുള്ളൂ പ്രിലിംസിന് വേണ്ടിയിട്ട്. ഡോണ്ട് ഓവർലോഡ്. ഓക്കെ. സോ ദിസ് ഈസ് ദ വേ ഐ വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ്സസ്. ഓക്കെ. സോ ദാറ്റ് ദ എൻറ്റയർ തിങ്സ് വിൽ ബി കവേർഡ് ഇൻ ദാറ്റ് മാനർ. ഓക്കെ, ഫൈൻ.
സോ ഫസ്റ്റ് ഡെമോ സെഷൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെമോ സെഷൻ. സോ ഇങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. 50 മണിക്കൂറിനുള്ളിൽ 50 അവേഴ്സിന് കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ട് കറണ്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല നമ്മൾ കവർ ചെയ്യാന്ന് മനസ്സിലായല്ലോ. നമ്മൾ അതിന്റെ ബേസും കൂടി കവർ ചെയ്യുന്നുണ്ടാവും. അപ്പം വിഷ്ണു സാർ കാണിച്ചില്ലേ, അത് ജസ്റ്റ് എന്താണ് കറണ്ട് അഫയേഴ്സ്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ, അതായത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കില്ല ഒരിക്കലും പൊളിറ്റി ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ അതും കൂടി ക്ലാസ്സിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു സെഷൻ PDF ഉണ്ടാവും, പക്ഷേ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടോപ്പിക് ഓൾസോ. മനസ്സിലായില്ലേ? ആ ടോപ്പിക്കിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും PDF തരുന്നുണ്ടാവുക. സോ ജനറലി ഇതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷന്റെ ഓവറോൾ എങ്ങനെയാണ് ക്ലാസ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഫീസ് വരുന്നത് 799 ആണ്. 799 വാല്യൂ ഉണ്ട് കോഴ്സിന്, പക്ഷെ 799 മാത്രമാണ് ഈ കോഴ്സിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കപ്പം സെഷൻ തുടങ്ങിയിട്ട് കാണാം. 5th ഫസ്റ്റ് ഫീസ് അടച്ചവർക്കുള്ള ഫസ്റ്റ് സെഷൻ വരുന്നത് ഫെബ്രുവരി 5th. താഴെ നിങ്ങൾക്ക് ഡയറക്ട്ലി പോയിട്ട് ഫീസ് അടക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എംസിഗ്മയുടെ ആപ്പിൽ കയറിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്കിപ്പം ഈ സെഷൻ ഇവിടെ നിർത്താം. ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സംസാരിച്ചാൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ. ഓക്കെ.